ഇച്ചിരിയിൽ ഉളുപ്പുണ്ടോ ഇങ്ങനെ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കാനായിട്ട്? ഹലോ ഗൈസ്, സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ആൻഡ് സംതിങ് വിച്ച് വി ആർ ഗെറ്റിംഗ് സോ മെനി എൻക്വയറീസ് അബൌട്ട്. ഈ വർക്ക് വിസ ടു റഷ്യ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ വെരി ബിഗ് സ്കാം. അതായത് എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്നാ വിശ്വസിച്ചാണ് ഈ ഏജൻസി വഴി ലോജിസ്റ്റിക്സ് മാനേജർ അല്ലെങ്കിൽ വെയർ ഹൗസ് മാനേജർ ഒന്നും കൂടെ ഉണ്ട്, അത് ഡേറ്റ അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഈ മണ്ടൻ ഏജൻസിനൊക്കെ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും നോക്കണ്ട. അവർക്ക് രജിസ്ട്രേഷൻ എടുത്ത് തരാൻ പോലും ഒരു റഷ്യയുടെ സിറ്റുവേഷൻ വെച്ചിട്ട് സിം എടുത്ത് തരാൻ പോലും ഇവർക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങളെ ഇങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ നിങ്ങളുടെ കോളേ എടുക്കാൻ നിൽക്കൂല. എനിക്ക് കുറേ കേസസ് അറിയാം. അതായത് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് വരുന്ന അമ്മ, ഒരു പെങ്കുച്ചിനെ ഇങ്ങോട്ട് വന്നിട്ട് അത് ഹോസ്റ്റലിലെ ഫീ അടയ്ക്കാൻ പറ്റാഞ്ഞിട്ട് അതിനെ രാത്രിയിലൊക്കെ ഇറക്കി വിട്ടിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ സിറ്റുവേഷൻ കൊണ്ടിട്ടാണ് അവർ ഇങ്ങോട്ടൊക്കെ വരുന്നത്. ആൻഡ് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നാണമില്ല? നിങ്ങൾക്ക് ഇച്ചിരിയിൽ ഉളുപ്പുണ്ടോ ഇങ്ങനെ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കാനായിട്ട്? ഏറ്റവും വലിയ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 5-6 ലക്ഷം രൂപ എടുത്തിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇവിടെ ഷോമണി എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. ഈ 5-6 ലക്ഷം രൂപ ഫുൾ ഏജൻസിമാർക്കാണ് പോകുന്നത്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫാണ് സ്പോയിലായി പോകുന്നത്. നിങ്ങൾ UK കാനഡ ലൈഫ് ഉദ്ദേശമാണ് ഇങ്ങോട്ടേക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് സിനാരിയോ ഹിയർ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല. ഇവിടെ റഷ്യൻ ഈസ് എ മസ്റ്റ്. വൈറ്റ് കോളർ ജോബും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറ്റി വിടുന്ന ഏജൻസിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ കയറ്റി വിടുമ്പോൾ കുറച്ച് എത്തിക്സോടെ എങ്കിലും കയറ്റി വിട്ടു. അതായത് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഫാക്ടറിയിൽ വർക്കർ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ക്ലീനിങ് ജോബ് ആയിരിക്കും. അങ്ങനെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് റഷ്യൻ അറിയാത്തവരെ എങ്ങനെയാണ് മാനേജർ എന്നൊക്കെ പറഞ്ഞ് ഇരുത്തുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എത്തിക്സോട് കൂടി കള്ളത്തരം ചെയ്യണം. എനിക്കതാണ് പറയാനുള്ളത്. എത്തിക്സോട് കൂടി എങ്കിലും മറ്റുള്ളവരെ പറ്റിക്കാൻ നോക്കുക. എന്നിട്ട് മനസ്സിലാത്തവരാണെങ്കിൽ ഓക്കെ. ഒരു വൈറ്റ് കോളർ ജോബും പ്രതീക്ഷിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഏജൻസി വഴി വരുന്ന സിനാരിയോ ആണ് ഞാൻ പറഞ്ഞത്. ഏജൻസി വഴി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് ഫാക്ടറിയിലെ വർക്കർ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് ജോബ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ ജോബൊന്നും ഞാൻ കുറച്ച് കാണല്ല. നിങ്ങളൊരു വലിയ ജോബും പ്രതീക്ഷിച്ച് വന്നിട്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ജോലി പോലും കിട്ടാതെ വരുന്ന അവസ്ഥയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലാണ്ട് ഇവിടെ ഭയങ്കര ചിലവാണ്. ആൻഡ് അതേപോലെ നിങ്ങൾ ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്വക്കേറ്റിനെ ഹയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ എന്തെങ്കിലും കാര്യത്തിന് പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വേറെ തന്നെ സിനാരിയോസ് ആണ്. എന്തിന് ഇവിടെ സ്റ്റുഡൻറ് വിസയിൽ വന്നിട്ട് മോസ്കോയിൽ നാട്ടിൽ പോകാൻ നേരത്ത് മോസ്കോയിൽ പാസ്പോർട്ട് ഇല്ലാണ്ട് നടന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഇല്ലാണ്ട് നടന്നതിൻ്റെ പേരിൽ എല്ലാവരും ഫൈൻ അടപ്പിച്ച കേസസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ വിസയിലും ടൂറിസ്റ്റ് വിസയിലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്കറിയത്തില്ല എന്തായിരിക്കും ആ സിനാരിയോസ് എന്ന്. ഞാനിവിടെ 2020 തൊട്ടുള്ള ഒരാളാണ്. എൻ്റെ ഇത്രയും ഒരു 5-6 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം, എല്ലാ വർഷവും റൂൾ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണിത്. അതേപോലെ തന്നെ എക്സ്പെൻസസും അതേപോലെ കൂടുന്ന രാജ്യമാണ്. 20,000-30,000 ഒക്കെ കൊടുത്ത് ഷെയർഡ് അപ്പാർട്ട്മെന്റ്സ് നിൽക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. ഇനി ഇവിടെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യൻസോ മലയാളീസോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. പക്ഷേ ഒരു 90 അല്ലെങ്കിൽ ഒരു 80% ആൾക്കാരും ഒരു പവർ ഉണ്ടെങ്കിൽ ആ പവർ വെച്ചെങ്കിൽ മറ്റുള്ളവർ ചൂഷണം ചെയ്യാം എന്ന് ആലോചിച്ച് നടക്കുന്ന ടീംസാണ്. ദൈവത്തെ ഓർത്ത് റഷ്യയിൽ വർക്ക് വിസ ത്രൂ ഏജൻസ് നിങ്ങൾ വരരുത്. ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാം, ത്രൂ ഏജൻസ്. ഈ കൺട്രി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര സേഫാണ്. അൺടിൽ ഓർ അൺലെസ് നിങ്ങൾ ഇവരുടെ റൂൾസ് അനുസരിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര സേഫും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽ ആവണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ലാംഗ്വേജ് പഠിച്ച് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും എടുത്ത് ഡയറക്റ്റ് കമ്പനീസിന് അപ്രോച്ച് ചെയ്ത് ഓഫർ ലെറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, എല്ലാം നല്ലതായിരിക്കും. നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവും. ഓക്കെ, ഇംഗ്ലീഷ് ബേസ്ഡ് കമ്പനീസും ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫർ ലെറ്റർ ത്രൂ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഒരു